മഴതോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഫസ്റ്റ് തന്നെ വൈജ, നിങ്ങൾ ഇത്രയും നേരം ഹോസ്പിറ്റലിൽ കുത്തിരിക്കുകയായിരുന്നു ചോദിക്കും. അതെ. നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന് ചോദിക്കും. പാതിരിയൊന്നും ആയിട്ടില്ലല്ലോ, 10:30 ആയിട്ടുള്ളൂ എന്ന് പറയും. ഒരു വീട്ടുവേലക്കാരനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് ബാലചന്ദ്ര എന്ന് ചോദിക്കും. ഞാനേ കൂട്ടിയിരുന്നത് എൻ്റെ മോൾക്കാണെന്ന് പറയും. ഓഹോ, അപ്പോൾ അങ്ങനെയായോ? ഇവിടെ ഉണ്ടല്ലോ ഒരു മോള്, അന്ന് ഈ മോൾക്കും കൂട്ടിരിക്കുകയായിരുന്നില്ലേ വിളിച്ചിട്ടെന്ന് പറയും. അവളെ പോയി വിളിച്ചുകൊണ്ട് വാ നീ, ഞാൻ അവൾക്കും കൂട്ടിയിരുന്നോളാന്ന് പറയും. നിനക്കിപ്പോൾ എന്താ വൈജേ കുഴപ്പം എന്ന് ചോദിക്കും. ഞാൻ എന്നാ പറഞ്ഞാലും ബാലചന്ദ്രൻ അതിപ്പോൾ ദേഷ്യം, അവൾ വന്നതിന് ശേഷമാണ് ഈ സൂക്കേട് തുടങ്ങിയേക്കണെന്ന് പറയും. അത് അതെ എന്ന് പറയും. നിങ്ങളൊരു ഡോക്ടറെ കാണുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. കണ്ടെടി, ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞതെന്നറിയാം, തലവേദനയ്ക്കുള്ള കാരണമുള്ള വൈഫിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനൊരു കാര്യം, ഒട്ടും ദേഷ്യം തോന്നാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ എന്ന് ചോദിക്കും. ആ നീ ചോദിക്കുക എന്ന് പറയും. ഹോസ്പിറ്റൽ ബില്ല് എത്രയാവും എന്നറിയും. 1,00,000 ആയി എന്നറിയും. 1,00,000? നിങ്ങൾക്ക് തലയ്ക്ക് വല്ല സുഖമില്ലേ? വേലക്കാരിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് 1,00,000 രൂപ ചിലവാക്കാൻ തീർന്നില്ലടി, ഇനിയും വരും ബില്ല്. ഒരു 25,000 കൂടി ഇനിയും വരും എന്ന് പറയും. 1,15,000 രൂപയെ? എൻ്റെ ദൈവമേ, അതും ഒരു വീട്ടുവേലക്കാരിക്ക് വേണ്ടിയിട്ട്. ഇവിടെ എത്രയോ വേലക്കാരികൾ നിന്ന് അവർക്കാർക്കും ചെയ്യാത്ത ഒരു ഔദാര്യമുള്ള ഇത് ചെയ്തതെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടില്ല. വീണ്ടും പറയുന്നു, അവളെ പറഞ്ഞയക്കാനും പറ്റില്ല, അവളെ ഇവിടെ നിർത്താനും പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് പറയും. ഇപ്പോൾ ജീവിതകാലം മുഴുവൻ അവളിവിടെ പണിയെടുത്താൽ ഈ കടം വീടുമോ എന്ന് ചോദിക്കും. അതിന് അവളെ കയ്യിൽ നിന്ന് ഞാൻ ഈ പണം മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ എന്ന് ചോദിക്കും. പിന്നെ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യാനോ എന്ന് ചോദിക്കും. അതെ, ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്, ഹോസ്പിറ്റലിൽ ലീന നമ്മുടെ കൃഷ്ണമോൾ പോകാൻ റെഡി ആവണമൊക്കെ നോക്കി നിൽക്കുകയാണ്. കൃഷ്ണമോളാണെങ്കിൽ ബാഗും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പറയും, ചേച്ചി ഡ്രസ്സൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്, ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് തന്നെയാണ് വരുന്നതെന്ന് പറയും. ആണോ മോളെ, നിനക്ക് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് പറയും. മനുവേട്ടനോ അച്ഛനോ വരില്ലേ, അപ്പം എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നോളും എന്ന് പറയും. നിനക്ക് ഭയങ്കര ഇഷ്ടമായോ ഹോസ്പിറ്റല്? പിന്നെ ഹോസ്പിറ്റൽ ആർക്കാണ് ചേച്ചി ഇഷ്ടപ്പെടുന്നത്? ഞാൻ ചേച്ചിയുള്ള കാരണം കൊണ്ടല്ലേ ഇവിടെ ഇരിക്കണേന്ന് പറഞ്ഞ്. ആ നേരം നമ്മുടെ മനു വരും. ഹായ്, ഗുഡ് മോർണിംഗ് മനുവേട്ടാ എന്ന് പറയും. ഗുഡ് മോർണിംഗ് മോളെ എന്ന് പറയും. എങ്ങനെ ഉണ്ടായി ഇന്നലെ എന്ന് പറയും. മനു നല്ല സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയും. അലീനയ്ക്കും കൃഷ്ണമോൾക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറയും. നീ വായ തോരാതിരുന്ന് സംസാരിച്ചു എന്ന് പറയും. ആ സംസാരിച്ചു എന്ന് പറയും. മനുവേട്ടാ, എന്നെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങിത്തന്നേ, എനിക്ക് സ്കൂളിൽ പോകാനായി. അയ്യോ പറയണ്ടടി മോളെ എന്ന് പറഞ്ഞിട്ട് വേഗം വിളിച്ചുകൊണ്ട് പോകണം. ആ സമയത്ത് മനു നമ്മുടെ കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കാൻ പോണ്. ആ നേരം നമ്മുടെ ബാലചന്ദ്രൻ പുറത്തെത്തിയിട്ടുള്ളൂ, റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്ന് അലീനയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഇനി വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പോവുക, ഒന്ന് നല്ലോണം റെസ്റ്റ് എടുത്താൽ മതി, മാത്രമല്ല ഒന്ന് എഴുന്നേറ്റ് നിന്ന് നടക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പ്രഷറും കാര്യങ്ങളൊക്കെ നോർമലാണ്. അങ്ങനെ എഴുന്നേറ്റ് പതുക്കനെ സിസ്റ്റർമാരുടെ സഹായത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പതുക്കനെ കുറച്ച് നടന്നാൽ മതിട്ടാ, ഇനി ഡ്രസ്സൊക്കെ മാറി സ്വന്തം വസ്ത്രം ധരിക്കാട്ടാന്നൊക്കെ പറയും. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കും. പിന്നീട് അവർ പോയതിന് ശേഷം മനു വരും. കൃഷ്ണമോളെ സ്കൂളിൽ പോകും. മനു വന്നിട്ട് പറയും, അലീനയ്ക്ക് ഫോൺ കൊടുക്കും. മുത്തശ്ശിനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശി ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ അലീനയുടെ ഫോൺ വരും. മുത്തശ്ശി, ഞാനാണ് അലീന. മുത്തശ്ശിക്കാണെങ്കിലുണ്ട് എന്ത് പറയണമെന്നറിയില്ല, അവിടെ കുരക്കൊക്കെ അങ്ങോട്ട് തിങ്ങി. മോളെ, നിനക്ക് എന്നാ പറ്റിയടി, നീ എന്ത് പണി ചെയ്തതെന്നറിയും. മുത്തശ്ശി, ഞാനൊന്ന് വീണു, ആരും പറഞ്ഞില്ലേന്നറിയും. ഇവിടെ ഉള്ളവർ പറയുന്നത് കത്രിക വയറ്റിൽ കുത്തി കയറിയെന്നാണ്, നീ കർട്ടൻ മുറിക്കാൻ പോയപ്പോൾ. അതല്ലാന്ന് എനിക്കറിയാം, വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ അങ്ങനെ വീഴുന്ന പെണ്ണൊന്നല്ല എന്ന് പറയും. അല്ല മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നാളത്തെ കഴിഞ്ഞ് അങ്ങോട്ട് വരും. അപ്പം മുത്തശ്ശി, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കില്ലേന്ന് പറയും. നീ എൻ്റെ ഒരു കാര്യവും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ നന്നായി ഇരുന്നാൽ മതി മോളെ എന്ന് പറയും. മനു ഏട്ടൻ എൻ്റെ അടുത്തുണ്ടെന്ന് പറയും. ഓ മനു ഉണ്ടോ? ഓ സമാധാനമായി മോളെ, ഹോസ്പിറ്റലിൽ ആരുണ്ടെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. മനു ഉണ്ടല്ല, ഞാൻ മനുവിൻ്റെ കൊടുക്കാം പറയും. സൗദാമിനി അമ്മയെന്ന് പറയും. എന്താടാന്ന് ചോദിക്കും. ഞാനൊരു പെൺകുട്ടീനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ വയറ്റിൽ കത്രിക കുത്തി കയറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലാക്കിയല്ലേ എന്ന് പറയും. പൊന്നു മോനെ, ഞാൻ എന്നാ ചെയ്യാനാടാന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ അവൾക്ക് കൂട്ടുണ്ടല്ലോ. മുത്തശ്ശിക്ക് സന്തോഷമായിടാന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും. അതിനുശേഷം വീണ്ടും രേവതിക്കുട്ടീനെ വിളിക്കാൻ പറയുന്നു. രേവതിക്കുട്ടീനോട് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയണ്ട, എന്നാലും ഒന്ന് സൂചിപ്പിച്ചേക്ക് എന്ന് പറയും. വിളിച്ചില്ലെങ്കിൽ പിണങ്ങുമെന്ന് പറയും. അങ്ങനെ രേവതിക്കുട്ടിയുടെ നമ്പർ മനുവിൻ്റെ ഫോണിലുണ്ടായിരുന്നു. മനു ഡയൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ രേവതിക്കുട്ടി, ഓ അലീന ചേച്ചി എന്നോട് മിണ്ടണ്ട, ഇത്ര ദിവസമായി ഞാൻ ആ ഫോണിലേക്ക് വിളിക്കണേ, ഇപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫാണ്, ഫോൺ എൻ്റെ കയ്യിലില്ല മോളേന്ന് പറയും. പിന്നേന്ന് പറയും, അന്ന് നീ പറഞ്ഞില്ലേ, നീ വിളിച്ച് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ലൈം ജ്യൂസായി പോയി,
അപ്പോൾ നമ്മുടെ മനു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയണം. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ആകെ തരിച്ചിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്ന സമയമായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ റൂമിൻ്റെ വാതിക്കലെത്തിയ സമയത്താണ് പറയുന്നത്, ഞാൻ പോലീസിനോടൊന്നും പറഞ്ഞില്ല മോളെ, കാരണം എൻ്റെ ചോരയല്ലേ അവർ, എൻ്റെ സ്വന്തം ചോരയല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോലീസിനോട് പറഞ്ഞാൽ അവരുടെ ഭാവി പോകില്ലേ, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല മോളെ, ഞാൻ എത്രയോ പ്രതീക്ഷയോടുകൂടി കയറി വന്ന വീടാണ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടപ്പിറപ്പുകൾ, അങ്ങനെ കരുതി ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെയല്ലേ ആയതെന്ന് പറയും. ഇനി ചേച്ചി ആ വീട്ടിൽ നിൽക്കണ്ട കേട്ടാന്ന് പറയും. അല്ലെങ്കിൽ ഇനി ഞാൻ ആ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല മോളെ എന്ന് പറയുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ അലീനയുടെ റൂമിലേക്ക് കയറാണ്ട് നേരെ തളർന്ന് തകർന്ന് വിസിറ്റേഴ്സിൻ്റെ റൂമിലേക്ക് ചെന്ന് അവിടെ ഹോളിൽ ചെന്ന് ഇങ്ങനെ നിൽക്കണ്, ചാരി നിൽക്കണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനു വരുന്നുണ്ട് ചായയായിട്ട്. മനു കൊണ്ട് അങ്ങളെന്താ ഇവിടെ നിൽക്കണേന്ന് പറയും. അലീനയുടെ അടുത്തേക്ക് പോയില്ലേ, അലീന നടന്നു തുടങ്ങിയെന്ന് പറയും. ആ നടന്നോ എന്ന് ചോദിക്കും. ഒരു മുഖത്ത് ഫിറ്റ് ചെയ്ത പോലത്തെ ചിരിയോടെ അങ്ങനെ പറയുന്നു. നടന്നോ എന്ന് ചോദിക്കും. ആ നടന്നങ്കിളേന്ന് പറയും. അങ്കിളെന്താ ടെൻഷൻ, അങ്കിളെന്താ പെട്ടെന്നൊരു ടെൻഷൻ, നിനക്കെന്താ ടെൻഷൻ അത് ചോദിക്കും. എനിക്കൊരു ടെൻഷനും ഇല്ല, എൻ്റെ ടെൻഷനോ, എനിക്ക് ടെൻഷൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയും. ഞാൻ കാറിൽ എന്തോ മറന്നു വെച്ച പോലെ ഓർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്, എന്താ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയും. ഏയ് വേണ്ടടാ, എൻ്റെ മെമ്മറിയിൽ നിന്ന് പോയി, ഞാനത് ഇനി പിന്നെ എടുത്തോളാന്ന് പറയും. എന്നാൽ വാ നമുക്ക് അലീനയുടെ അടുത്തേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് പോകണം ബാലചന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ മനു. എന്നിട്ട് മനു അലീനയ്ക്ക് ചായ കൊടുക്കും. അതിനുശേഷം ബാലചന്ദ്രൻ മനുവിനോട് ഒരുപാട് നന്ദി പറയുന്നു. ആപത്ത് നേരത്ത് നീ ഓടി വന്ന് 2 ദിവസം ഇവിടെ നിന്ന്, നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മനു, നീ എന്നെ ഒരുപാട് സഹായിച്ച്, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്തിനാ അങ്കിളെ നന്ദി പറയുന്നത്, എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയും. ആ സമയം തന്നെ അലീനനോടും പറയും, ഞാൻ പോട്ടെ, ഞാൻ എറണാകുളത്തേക്ക് പോകണ് എന്ന് പറയും. ശരി എന്ന് പറയും. അപ്പോൾ അലീനയുടെ മുഖത്തും ഒരു വിഷമമുണ്ട്. അലീനയും മനുവിനോട് നന്ദി പറയാനൊരുങ്ങുമ്പോൾ, നന്ദിയൊന്നും എന്നോട് പറയണ്ട, കാരണം ഞാൻ ഈ 2 ദിവസവും ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ നിന്നത്, അതുകൊണ്ട് നന്ദി പറച്ചിലൊന്നും വേണ്ടാന്ന് പറയും. അങ്ങനെ മനു പോകണ്. മനു പോണ നേരത്ത് കൂടെ ബാലേന്ദ്രനും പോകണം. ബാലേന്ദ്രൻ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അലീന എന്നുള്ള വിളിയിൽ നിന്ന് മോളെ എന്നുള്ള വിളിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറി. അതിൻ്റെ അർത്ഥം അലീനയ്ക്ക് മനസ്സിലായില്ല. അങ്ങനെ 2 പേരും കൂടെ പോകുന്നത് നോക്കി വിഷമത്തോടെ നോക്കി കിടക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.